ഒരാൾ തൻ്റെ പറമ്പിൽ കിടക്കുകയായിരുന്നു. അയാളുടെ തൂമ്പ ഒരു ചെമ്പ് കുടത്തിൽ മുട്ടി. കുടം എടുത്തു നോക്കിയപ്പോൾ അത് ഭദ്രമായി അടച്ചു വെച്ചിരിക്കുന്നു. വളരെ പ്രയാസപ്പെട്ട അയാൾ തുറന്നു. കുടത്തിൽ നിന്നും പുകച്ചുരുൾ കയറുന്നു. കുറെ കഴിഞ്ഞപ്പോൾ പുകച്ചുരുളിൽ നിന്നും ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ഭൂതം പറഞ്ഞു, വളരെ നന്ദി സുഹൃത്തെ, എന്നെ തുറന്നു വിട്ടതിന് പ്രതിഫലമായി ഞാൻ നിങ്ങൾക്ക് 2 വരം തരാം. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി നിങ്ങളുടെ അയൽക്കാരന് ലഭിക്കും. കൃഷിക്കാരൻ സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് 1 കോടി രൂപ വേണം. ഭൂതം പറഞ്ഞു, ശരി, നിങ്ങൾക്ക് 1 കോടിയും അയൽക്കാരന് 2 കോടിയും തരാം. ഇനി 2ാമത്തെ വരം ചോദിച്ചോളൂ. കൃഷിക്കാരൻ പറഞ്ഞു, എൻ്റെ ഒരു കിഡ്നി പോകട്ടെ. ഇതാണ് സർ UDFിൻ്റെ നിലപാട്. കടം കാലന് തുല്യമാണ് സർ. അത് UDF ആയാലും LDF ആയാലും. മനോവ്യാധിക്ക് മരുന്നില്ല സർ, ചികിത്സിച്ചിട്ട് കാര്യമില്ല സർ. ഇവിടെ ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ അംഗം, ഇവിടെ മറ്റ് അംഗങ്ങൾ പറഞ്ഞതുപോലെ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടോ കേരളം നേടിയെടുക്കേണ്ടുന്ന ന്യായമായ ആവശ്യങ്ങളെക്കുറിച്ചൊന്നും അല്ല പ്രതിപക്ഷത്തിലുള്ള ആളുകൾ ഇവിടെ സംസാരിച്ചത്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോടുകൂടി BJPയോടുള്ള വിനീത വിധേയത്വം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സർ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സംഘപരിവാർ സംഘടനയായിട്ടുള്ള സ്വദേശി ജാഗരൺ മഞ്ചിന്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള രഞ്ജിത്ത് കാർത്തികേയൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടാണ് കേരള സർക്കാരിന്റെ കിഫ്ബിക്കെതിരായിട്ട് പണ്ട് കോടതിയിൽ പോയത്. RSS മുഖമാസികയായിട്ടുള്ള ഓർഗനൈസറിൽ പതിവായി എഴുതുന്ന വ്യക്തിയായിട്ടുള്ള ഇയാൾ അനന്തപുരി ഹിന്ദു സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു സർ. സർ, ഇയാൾ നയിക്കുന്ന സ്വദേശി ജാഗരൺ മഞ്ചിന് വേണ്ടി കിഫ്ബിക്കെതിരെയുള്ള വക്കാലത്ത് ഏറ്റെടുത്തത് മറ്റാരുമല്ല സർ, സാക്ഷാൽ മൂവാറ്റുപുഴ അംഗം. സർ, കിഫ്ബി മസാല ബോണ്ടിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്താണ് അന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി വികസന വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കിഫ്ബിയിലൂടെ കഴിഞ്ഞ 80,000 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകാൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് സർ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. സർ, മറ്റൊന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിനെ അംഗീകരിക്കുന്നവരല്ലേ നിങ്ങൾ? അദ്ദേഹം 16/2/2016 ഈ സഭാതലത്തിൽ നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട് സർ. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, R രാജേഷ്, എളമരം കരീം, ബാബു M പാലിശ്ശേരി എന്നിവർക്ക് നൽകിയ മറുപടിയാണ് സർ. ചോദ്യം: ഭരണഘടന ഉറപ്പാക്കുന്ന ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ ഓരോന്നും കേന്ദ്ര സമീപനത്തിൽ കടുത്ത വെല്ലുവിളികളെ നേരിടുന്നുണ്ടോ? സർ, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഉത്തരം: സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ എല്ലാ അധികാരാവകാശങ്ങളും നിറവേറ്റി തരുവാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. ഇത്തരം അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതായി ബോധ്യപ്പെടുമ്പോഴൊക്കെ അതിനെതിരായ ശക്തമായ പ്രതിഷേധം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സർ, ആ കോൺഗ്രസ് തന്നെയല്ലേ സർ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിപക്ഷം? എന്തൊരു നാണക്കേടാണ് സർ. പോയ വർഷങ്ങളിൽ നിങ്ങൾ എന്താണ് സർ നിങ്ങളുടെ നിലപാട്? ഏത് കാര്യത്തിനാണ് സർ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യം. സർ, കേന്ദ്ര അവഗണന, നികുതി വിഹിതത്തിൽ വൻ കുറവ് വരുത്തി. സർ, 10ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച 3.8%, 15ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച 1.9%. സർ, ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ടോ? 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്നുണ്ടായ കുറവ് 20,564 കോടി രൂപ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഗ്രാൻഡ് ഇൻ എയ്ഡിൽ കുറവ് വരുത്തുന്നു, 15,000 കോടി രൂപയുടെ കുറവ്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷമായപ്പോൾ വന്ന കുറവ് 8,425 കോടി രൂപ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം GST വന്നതോടെ നഷ്ടപ്പെട്ടു സർ. സംസ്ഥാനത്തിന് വരുന്ന നഷ്ടം നികത്തുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അതും ഉപേക്ഷിക്കപ്പെടുകയാണ് പിന്നീടുണ്ടായത്. സർ, വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ഏത് സർക്കാരിനും കടമെടുക്കേണ്ടതായി വരും. കേന്ദ്രത്തിന് കടമെടുക്കാൻ പരിധിയില്ല, എന്നാൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പരിധി നിശ്ചയിക്കുന്നു. ഇവിടെ വിശദാംശങ്ങൾ പറഞ്ഞു മറ്റംഗങ്ങൾ. സർ, കോവിഡ് കാലത്ത് സംസ്ഥാനത്തിന് നിശ്ചയിച്ച പരിധി 5% സർ. ഇപ്പോൾ അത് 3% ചുരുക്കിയാണുണ്ടായത്. സർ, നമുക്കെല്ലാവർക്കും അറിയാം, ഇത് മതിയായ കാരണങ്ങളുണ്ടായിരുന്നു കേന്ദ്രത്തിലെ ധനപ്രതിസന്ധിക്ക്. പ്രകൃതി ദുരന്തങ്ങൾ, നോട്ട് നിരോധനം, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിച്ചില്ല മാനദണ്ഡങ്ങൾ വരുത്തിയിട്ടുള്ള മാറ്റം മൂലം സംസ്ഥാനത്തിന് നികുതി വിഹിതത്തിൽ വന്നിട്ടുള്ള കുറവ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ചെലവ് പങ്കിടൽ ഘടന, സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുന്ന രീതിയിൽ ഭേദഗതി ചെയ്തത്, ഇതെല്ലാമാണ് സർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് സർ പ്രതിപക്ഷം ഇത് അംഗീകരിക്കാത്തത്? സർ, കർണാടക ഭരിക്കുന്നത് നിങ്ങളല്ലേ സർ? കർണാടക സർക്കാരിന് കേന്ദ്ര നികുതി വിഹിതം ഉൾപ്പെടെ 1,20,000 കോടി രൂപ നൽകാനുണ്ടെന്നാണ് സർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി അവിടുത്തെ ധനമന്ത്രി കൂടിയായിട്ട് സിദ്ധാരാമയ്യാണ് സർ. ഇക്കാര്യം നിരവധി തവണ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു സർ. ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല സർ. തമിഴ്നാട് സർക്കാരിന്റെ പ്രശ്നമുണ്ട് സർ. അതുപോലെ കട പരിധിയുമായി ബന്ധപ്പെട്ടിപ്പോൾ പൊതുകടത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ 2016 നിന്ന് 2021 ആയപ്പോൾ തമിഴ്നാട്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ്, തെലങ്കാന, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, മേഘാലയ, പഞ്ചാബ്, അരുണാചൽ പ്രദേശ്, കേന്ദ്ര സർക്കാർ എന്നിവയുടെ പൊതുകടം ഈ കാലയളവിൽ 10% അതിലധികമോ വർദ്ധിച്ചിട്ടുണ്ട് സർ. അപ്പൊ കേരളത്തിന്റെ പൊതുകടം എന്തോ ഭീമമായി വർദ്ധിച്ചു എന്നാണ് പലരും ബഹളം കൂടുന്നത്.
57,000 കോടി രൂപ കിട്ടാനുള്ള സ്ഥാനത്ത് കേവലം ഏതാനും ചില സംഖ്യകളുടെ കണക്ക് പറഞ്ഞ് നവകേരള സദസ്സിനെയും കേരളീയത്തെയും എല്ലാം തന്നെ അപവാദ പ്രചരണങ്ങളുടെ കൊടുങ്കാറ്റ് അഴിച്ചുവിടുകയാണ്. സാർ, നിങ്ങളുടെ കാലത്ത് എന്തെല്ലാം ദൂർത്തുണ്ടായി? പഴയ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. സാർ, പരസ്യം കൊടുത്തതിനടുത്ത് ചെലവത്രയായിരുന്നു സാർ? 28/6/2016 ശ്രീ ആർ രാജേഷിന്റെ ചോദ്യത്തിന് ഈ നിയമസഭയിൽ ഒരു മറുപടി ഉണ്ടായിരുന്നു സാർ. 2011 മുതൽ 16 വരെയുള്ള അധികാരത്തിലിരിക്കുന്ന സർക്കാർ ആകെ പരസ്യത്തിനായി ചെലവഴിച്ച തുകയുടെ കണക്ക് വ്യക്തമാക്കാമോ? 2011-16 വരെയുള്ള അധികാരത്തിലിരുന്ന സർക്കാർ ആകെ 158,85,558 രൂപയാണ് സാർ പരസ്യ ഇനത്തിൽ മാത്രം നിങ്ങളുടെ കാലത്ത് ചെലവഴിച്ചത്. സാർ, ഇവിടെ ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് പറഞ്ഞു. 1ാം ഘട്ടത്തിൽ മാത്രമാണ് ജനങ്ങളുടെ അടുത്ത് പരാതി വാങ്ങിയത്. പിന്നീട് ഓൺലൈനായിരുന്നു സാർ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി. എത്രയായിരുന്നു സാർ ചെലവ്? 22,79,03,194 രൂപയായിരുന്നു സാർ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓർക്കേണ്ടേ? എന്നാൽ അതായിരുന്നു സാർ നവകേരള സദസ്സ്. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള ശക്തമായ ഇടപെടൽ നടത്താൻ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തി അവരുടെ പരാതി സ്വീകരിച്ച് അടിയന്തരമായി സമയബന്ധിതമായി പരാതികൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശക്തമായ ഇടപെടൽ നടത്തിയ സർക്കാരിലെ സാർ ഇത് അസമത്വം കുറഞ്ഞ ഒരു നവകേരളമാണ് സാർ ഈ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. നവകേരളത്തിൽ വർഗീയതക്കിടമില്ല സാർ. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും നാടായിരിക്കണം സാർ കേരളം. മതനിരപേക്ഷത, വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തുരുത്തായി ഈ കേരളത്തെ മാറ്റാൻ കഴിയണമെങ്കിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായിട്ട് പോരാട്ടം നടത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് സാർ. വിദ്വേഷത്തിനും വെറുപ്പിനും ഇടമില്ലാത്ത നാടായിട്ട് നമുക്ക് ഈ കേരളത്തെ മാറ്റാൻ കഴിയണം സാർ. ഈ മഹത്തായ ആശയങ്ങൾക്കായിട്ട് ആണ് കേരളം ഇന്ന് നിലകൊള്ളുന്നത് സാർ. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒരുപാട് വിവേചനം വിവിധ മേഖലകളിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചു വരികയാണ്. എയിംസിന്റെ കാര്യത്തിൽ, ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ, വിമാനത്താവളങ്ങളുടെ സ്വകാര്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേന്ദ്ര അവഗണന, റെയിൽവേ വികസനം, ഇങ്ങനെയെല്ലാം ഉണ്ട് സാർ. കേന്ദ്ര അവഗണനയോട് പറയുമ്പോൾ തന്നെ കേന്ദ്ര സഹായം കിട്ടാൻ പല പദ്ധതികളുടെയും പേര് മാറ്റണം എന്നവർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. RSSകാരനും സംഖ്യയാണെങ്കിൽ പെയിന്റ് പാർട്ടി എടുത്ത് നടക്കുകയാണ് പേര് മാറ്റാൻ. കോൺഗ്രസിനാണെങ്കിൽ ഇതിനെ എതിർക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണ ശേഷി എവിടെ കാണണമായിരുന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലായിരുന്നു നെഹ്റു സ്റ്റേഡിയം ഡൽഹിയിൽ. ആ നെഹ്റുവിന്റെ സ്റ്റേഡിയം നെഹ്റുവിന്റെ പേര് തേച്ച് മായ്ച്ച് കളഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്റർ സ്റ്റേഡിയമാക്കി മാറ്റിയപ്പോ എവിടെയായിരുന്നു ഇന്ത്യൻ പാർലമെന്റിനകത്തെ കോൺഗ്രസ് എംപിമാർ? എവിടെയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ്? എന്തൊരു സാർ പാർലമെന്റ് വേദിയിലുള്ള ഇന്ന് നാഥുറാം വിനായക ഗോഡ്സെയുടെ പടം എവിടെയാ തൂക്കിയത്? ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ പടത്തിനടുത്ത് ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗാന്ധി ഘാതുകന്റെ പടം പാർലമെന്റ് വേദിയിൽ കെട്ടിത്തൂക്കിയപ്പോ പ്രതികരിച്ചോ സാർ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ 1 കോടി മുടക്കുന്ന കേരള ഗവൺമെന്റിന് ഈ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റുന്ന നിബന്ധന വരുന്നപ്പോൾ 1 കോടി മുടക്കുന്ന കേരള ഗവൺമെന്റിന് ഒന്നും തന്നെ ഇല്ലാതെ പോകണം 5 ലക്ഷം രൂപ മാത്രം മുടക്കുകയും പേരെഴുതാൻ 3000 രൂപ വീതം നൽകുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ബ്രാൻഡുമാർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക സാർ. അങ്ങനെ ഓരോ പേരുമാറ്റത്തിന് വേണ്ടി പുതിയ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് കേരളത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ കേരളീയവുമായി ബന്ധപ്പെട്ട് വിശ്വപ്രസിദ്ധനും നോബൽ സമ്മാന ജേതാവുമായ അമർത്യാസൻ ഒരു സന്ദേശം അയച്ചു സാർ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക്. എന്താ അതിന്റെ വാചകം? ഒന്നാമത്തെ വാചകം, നിങ്ങൾക്ക് ചൈനയെ വെല്ലാൻ കഴിയും. തുടർവാചകം, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും. അങ്ങനെ ഒരു സന്ദേശം അമർത്യാസൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയച്ചാൽ ഞങ്ങൾ അത്ഭുതപ്പെടുന്നില്ല. 10-28ഓളം സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് പോരെങ്കിലും 1ാം സ്ഥാനം ജനസംഖ്യയിലെങ്കിലും ഉണ്ടല്ലോ ഇന്ത്യക്ക്. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചാൽ ഞങ്ങൾ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഈ പ്രബുദ്ധ കേരളത്തിന്റെ, ജനാധിപത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം അയച്ച സന്ദേശം ലോക സമ്പദ്ഘടനയുടെ കാര്യത്തിൽ വിസ്മയകരമായ മുന്നേറ്റം സൃഷ്ടിക്കുന്ന ജനയോടൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സാർ. നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. രാമക്ഷേത്ര ദിനം കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിലെ നിലപാട് നമ്മൾ കണ്ടതാണ്. പലയിടങ്ങളിലെയും നിലപാട് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ വർത്തമാന പത്രം പടി കയറി വന്നത് തന്നെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP സഖ്യം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ടാണ് സർ. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ലീഗ് പ്രതികരിക്കണം. തീർച്ചയായും വരും നാളുകളിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരത്തിനാണ് സർ നേതൃത്വം നൽകുന്നത്.
കേരളീയ സമൂഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രതിഷേധ ജ്വാലയേറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനാ നയം ഭസ്മീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ അതിർവരമ്പുകളില്ല. കേരളം ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി കേരളത്തിന്റെ പൊതു ആവശ്യം എന്നുള്ള നിലയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിലാണ് സർ സമരം നടത്തുന്നത്. സമരത്തെ സമ്മേളനമായി വ്യാഖ്യാനിക്കുകയാണ്. ഇത്തരമുള്ളവർ ആ സമരത്തിനെത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും വരുമെന്ന് ഉറപ്പായപ്പോ അതിനുള്ള ഉത്കണ്ഠയും ആശങ്കയും ഉത്ഭയവുമാണ് നിങ്ങളെ ആ പ്രതികരണത്തിനും പരാമർശത്തിനും ഇടയാക്കിയത്. മലയാള മനോരമക്കും വരും നാളുകളിൽ ഏറ്റവും ശക്തമായിട്ട് പ്രതിഷേധം ഉയർന്നു വരും. നിങ്ങളും അതിനോടൊപ്പം പങ്കാളികളാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.